ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. നീ സമ്മതിക്കൂ? സമ്മതിക്കാം, പക്ഷേ ഈടാ ഒരു പക്ഷേ ഇല്ല. നീ പെൺവേഷം കെട്ടി അഭിനയിക്കുന്നു, അവൾ അത് കണ്ട് ഇംപ്രസ് ആവുന്നു, പ്രീമിയറിന്റെ അന്ന് പ്രപ്പോസൽ. സമയമില്ല, ബാബാ നമുക്ക് വിഗ് അതൊക്കെ വാങ്ങണം. എനിക്കൂടെ ലൈറ്റൊക്കെ സെറ്റ് ആക്കണം. നിങ്ങൾ കേട്ടോ, എങ്കിലും ജൗളി കടയിൽ കയറി 10-50 രൂപ എടുത്ത് പ്രതിമേരെ തലയിരിക്കണം, വിഗ് വാങ്ങാം. അഭിനയിച്ച് താറുകണം കേട്ടോ. ഹലോ മധു. ഹലോ മധു. ഹലോ, പറയടാ. എടി, സ്ക്രിപ്റ്റിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഈ പെൺകുട്ടിയുമായിട്ടുള്ള ലവ് സ്റ്റോറി മാറ്റി ട്രാൻസ്ജെൻഡർ ആക്കി. അല്ലാതെ വേറെ ചേഞ്ച് ഒന്നുമില്ല. കഥയിൽ വേറെ മാറ്റമൊന്നും ഇല്ലെങ്കിൽ എനിക്കെന്താ പ്രശ്നം? എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. പിന്നെ ഈ ട്രാൻസ്ജെൻഡർ ആവുന്നത് നമ്മുടെ നിബിനാണ്. നിബിൻ മോഹനോ? നീ നാളെ അവരെ കാണുമ്പോ ഈ ചിരിക്കരുത്. അത് പറയാൻ വേണ്ടിട്ടാണ് പ്രധാനമായിട്ട് ഞാൻ നിന്നെ ഇപ്പൊ വിളിച്ചത്. ശരി, അവനെന്താ ഈ പഴയ ആ പെമ്പിള്ളേരെ കാണുമ്പോൾ പേടിയും പടപ്പുറപ്പൊന്നും മാറിയില്ലേ? അങ്ങനെ എല്ലാ പെണ്ണുങ്ങളെയും കാണുമ്പോ അവന് പേടിയും പടപടപ്പൊന്നുമില്ല. എന്ന് വെച്ചാ നിനക്ക് ഇതൊക്കെ വരുമ്പോ വഴിയേ മനസ്സിലായിക്കൊള്ളൂ. നീ ഞാൻ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് മറക്കണ്ട. അപ്പൊ ശരി, നമുക്ക് കാണാം. എനിക്കിവിടെ കുറച്ച് പരിപാടി ഉണ്ട്. ഓക്കെ, ശരി. ഇതാണോ നമ്മുടെ നായിക? ഇതാണോ നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ നായിക? കൊള്ളാല്ലേ? കൊള്ളാം, നല്ല കുട്ടി. വസന്തം ചെറിമരത്തിനോട് ചെയ്തത് എനിക്ക് ഈ കുട്ടിയോട് ചെയ്യണം. എന്തോന്നു? വസന്തം ചെറിമരത്തോട് ചെയ്തത് എനിക്ക് ഈ കുട്ടിയോട് ചെയ്യണം എന്ന് വെച്ചാ പ്രണയം. പ്രണയം എന്ന ആകസ്മികത. അല്ലയോ കൂട്ടുകാരി, നീയും ഞാനും ചേർന്നാൽ നമ്മൾ ചേരുന്നിടം നമ്മളിടം. എടാ ഹരി പത്തനാപുരത്തിന്റെ മുഖമുള്ളവനെ, ഞാൻ പറയുന്നോണ്ട് നിനക്ക് വേറൊന്നും തോന്നരുത്. ഇനി മേല നിന്റെ വായി നീ ഗുൽമോർ വർത്താനം വന്ന അടിച്ച അലവ് ഞാൻ തിരിക്കും നിന്റെ. നിനക്ക് ഈ ഷോർട്ട് ഫിലിം എടുക്കണോ വേണ്ടേ? മച്ചാന്റെ ഉച്ചി. അവളെ എനിക്ക് അത്രമേൽ ഇഷ്ടമായോണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും അവളെ കറക്കി എനിക്ക് അത്രമേൽ സെറ്റാക്കി തരണം. അത്രമേൽ ചെറ്റകളല്ല നമ്മൾ. എങ്കിൽ അത്രമേൽ ഷോർട്ട് ഫിലിം എടുത്തത് പോരട്ടെ. ശരി, നീ സെറ്റായിക്കോ. നമ്മളിടെ നിൽക്കൂല, അത്രേ പറ്റൂ. കലാകാരനാണ് ഞാൻ, മാമയാക്കേണ്. അത് മതി. മധു എന്നാൽ തേൻ, മധുസ്മിത എന്നാൽ തേൻ പൂലിച്ചിരിക്കുന്നവൾ. അത്രമേൽ കൃത്യം. എടാ, നിങ്ങൾ ഈ വിഷയത്തിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ടെൻഷൻ അടിക്കേണ്ടെന്ന് സുരേഷ് ഏട്ടാ, ഈ വർക്ക് എങ്ങനെയെങ്കിലും നടക്കാൻ വേണ്ടിയിട്ട് കണ്ട ചെറ്റുകളുടെ ക്രിമിയായിട്ട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ നമുക്ക് അവന് മധുസ്മിതയോട് എന്താണ് തോന്നുന്നതെന്ന് നീ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ബാലരമ വായിച്ചിട്ട് ഡാഗിനിയെ കണ്ട് മൂടായവനാണ് അവൻ. അവന്റെ കോഴിത്തര നിർത്താൻ വേണ്ടി കൗൺസിലിങ്ങിന് കൊണ്ടുപോയപ്പോ കൗൺസിലർ ചേച്ചിയെ കയറി പിടിച്ചതിന് 1 മാസമാണ് അവൻ ജയിലിൽ കിടന്ന്. അറിയാമോ? എടാ, മിനിമം ബുദ്ധിയുള്ള ഒരു പെണ്ണും അവൻ അടുപ്പിക്കൂല. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഈടാ ഒന്ന് ഉഷാർ അവിടെ ചക്കരെ. നീ പെൺവേഷം കെട്ടാൻ വേണ്ടി താടിയൊക്കെ ഓടിച്ചപ്പോ ഞാനും പഠിച്ചില്ലേ? എന്തിനാ? ഒരു പുത്തനുറവ് വരാൻ. വരട്ടെ പുത്തനുറവ്. പുത്തനുറവ് വരണം, വരട്ടാ. പുത്തനുറവ് വരട്ടെ, വരട്ടെ ഉണർവ്, പുത്തനുറവ് വരട്ടെ. വന്നു. ഞാനാണിതിന്റെ പ്രൊഡ്യൂസർ. ഓ, ഓക്കെ. അപ്പൊ ബാക്കിയുള്ളവരോ? എടാ നിബിൻ മോഹ. അയ്യോ, ആ പേര് നമ്മൾ മാറ്റി. നാണിച്ചിരിക്കാതെ പേര് പറ കുട്ടി. ജ്യോതി. എനിക്ക് ലക്ഷ്മി ഇഷ്ടമാണ്. നിന്റെ അടുത്ത് കണ്ണി നോക്കി ഡയലോഗ് പറയാനാണ് പറഞ്ഞത്. മച്ചാ, നീയല്ല, ഞാനാണ് ഡയറക്ടർ. എടാ, നിന്റെ അടുത്ത് ഞാൻ കണ്ണി നോക്കി പറയാനാണ് പറഞ്ഞത്. പുള്ളിയും പറഞ്ഞത്. സാരമില്ല, ഒന്നുകൂടെ പോ.
നിന്ന് കിണങ്ങാതെ സമയത്തിന് ഡയലോഗ് പറയണം. മച്ചാ സോറി മച്ചാ, ഞാൻ ഇവിടെ ശരിയാവും. നീങ്ങി വാ അനങ്ങി വാടാ. മധു, വാ. വേലി പൊളിക്കല്ലേ നിന്ന് മെഴു അടങ്ങി വാ. വണ്ടർഫുൾ ആക്ടിങ് മധു. ഹോളിവുഡിലൊക്കെ എടാ മോനെ, എന്താണ് നിന്റെ പ്രശ്നം? ചേട്ടാ എനിക്ക് അവിടെ കണ്ണി നോക്കുമ്പോ ഛർദിക്കാൻ വരുത്തി. ആ ബെസ്റ്റ് പ്രേമിക്കണ പെണ്ണിന്റെ കണ്ണി നോക്കുമ്പോ വാള് വയ്ക്കാൻ പറഞ്ഞ ലോകത്തിലെ ഒരു കമ്പ് നീ ആയിരിക്കും. ചുമ്മാരടാ, അതവന് മറ്റേ എന്തുവാണ് അതിന്റെ പേര്? സൈക്കോജനിക് വൊമിറ്റിംഗ്. അതായതുകൊണ്ടല്ലേ. ഓക്കെ, നിനക്ക് അവളെ കണ്ണി നോക്കുമ്പോഴല്ലേ പ്രശ്നം? ചേട്ടാ അവളുടെ കണ്ണിലൊഴിച്ച് വേറെ എവിടെ വേണമെങ്കിലും നോക്കിയാൽ മതി. അയ്യേ, വേറെ എവിടെ നോക്കും? അയ്യോ മച്ചാ, മധുസ്മിത എല്ലാരും വിളിക്കുന്നതും മധു, എന്റെ അച്ഛൻ മധുസൂദൻ എല്ലാരും വിളിക്കുന്നതും മധു. മധു 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 മധുരമുള്ള കോയിൻസിഡൻസ് അല്ലേ? അയ്യോ, അത് കണ്ട് നീ പേടിക്കണ്ട. ഒരു കഥ ചൊല്ലട്ടുമാ? വേണ്ട. ഓക്കെ, നിനക്ക് അവളെ കണ്ണി നോക്കി പറയാനല്ലേ പ്രശ്നമുള്ളൂ. അവളെ കണ്ണിന്റെ ഇടയിൽ ഒരു പൊട്ടുണ്ട്, അതീ നോക്കി പറയാൻ പറ്റുമോ? നൈസ് ഐഡിയ. പറ്റുമോ? ഓക്കെ, അതാവുമ്പോ നമുക്ക് ഷോട്ടിൽ അവൻ കണ്ണി നോക്കണതായിട്ട് തോന്നി. മതി. ഓക്കെ, ചെല്ല്. റെഡി റെഡി. റീടേക്ക് റീടേക്ക്. ലക്ഷ്മി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്കറിയാം, എന്നെപ്പോലെ ഒരാളുടെ കൂടെ ജീവിക്കാൻ ലക്ഷ്മി എന്നല്ല ഈ ലോകത്തുള്ള ഒരാളും ആഗ്രഹിക്കില്ല. പക്ഷെ മനസ്സിലുള്ളത് പറയണമെന്ന് തോന്നി. പോട്ടെ. ജ്യോതി, ജ്യോതിക്ക് മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. അതെനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല എന്നൊന്നും വിചാരിക്കില്ലല്ലോ. എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഇവനെ സൂപ്പറാ. మధు అది అద్భుతమైనది. నీకు తెలుగు తెలుసా? మరితే చెప్పండి. కొద్దిగా. మీరు అద్భుతంగా ఉన్నారు. എനിക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയോട് ജീവിക്കുന്നതിന് ചേട്ടൻ എന്താ? ചേട്ടൻ ചേട്ടന് ഇഷ്ടമുള്ള പെൺകുട്ടിയോടെയല്ലേ ജീവിക്കുന്നത്? ഇനി അവളെ മറക്കാൻ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ മറക്കില്ല. ഞാൻ മറക്കില്ല. എന്തോന്ന് മച്ചാ, ഇതുവരെ ഡയലോഗ് മര്യാദയ്ക്ക് പഠിച്ചില്ലേ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ പറയാം. ഓക്കെ, റീ. ഇനി അവളെ മറക്കാൻ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ മറക്കില്ല. ബന്ധങ്ങൾക്ക് വേണ്ടത് പരസ്പര വിശ്വാസമാണ്. എങ്കിൽ മാത്രമേ വിള്ളലുകളില്ലാതെ അത് മുന്നോട്ട് പോവുകയുള്ളൂ. വിശ്വാസമില്ലാത്ത ബന്ധങ്ങൾ. ഇതൊന്നും കാണാതെ പഠിച്ചു പറയണ. ഇമോഷൻസ് ആടി. അടുത്ത ഞാൻ മെത്തേഡ് ആക്ടിങ് ട്രൈ ചെയ്യാം. റീ. ബന്ധങ്ങൾക്ക് വേണ്ടത് പരസ്പര വിശ്വാസമാണ്. എങ്കിൽ മാത്രമേ അത് വിള്ളലുകളില്ലാതെ മുന്നോട്ട് പോവുകയുള്ളൂ. എന്റെ ലക്ഷ്മി, ലക്ഷ്മി. എടാ സങ്കടമല്ലടാ, ദേഷ്യമാണ് ഇവിടെ വേണ്ട. ഇമോഷൻ, ദേഷ്യം. ലക്ഷ്മി, ലക്ഷ്മി. ബന്ധങ്ങൾക്ക് വേണ്ടത് പരസ്പര വിശ്വാസമാണ്. എങ്കിൽ മാത്രമേ. എടാ ഇത്രയും ലൗഡാവല്ലടാ. പതുക്കെ പറ, ചെവി പൊളിയാണ്. റീ. ബന്ധങ്ങൾക്ക് വേണ്ടത് പരസ്പര വിശ്വാസമാണ്. എങ്കിൽ മാത്രമേ വിള്ളലുകളില്ലാതെ അത് മുന്നോട്ട് പോവുകയുള്ളൂ. ശുഭദിനം. ഒരു വിധം എല്ലാം കഴിഞ്ഞ് ഇനി പുല്ലെല്ലാം കൂടെ ഊരി കളയല്ല. എല്ലാം ഊരിക്കളയാൻ വരട്ടെ. ഒരു ഷോട്ട് കൂടെ എടുക്കാം. അതേത് ഷോട്ട്? നീ ആ മധുസ്മിതയെ തല്ലുന്ന ഷോട്ട്. അതൊക്കെ ഓൾറെഡി എടുത്തല്ലേ? അതിൽ നീ അവളെ തല്ലുന്നതായിട്ട് അഭിനയിച്ചല്ലേ? ഇതിൽ നീ അവളെ ശരിക്കും തല്ലണം. ജ്യോതി, നീ ഒന്ന് പെട്ടെന്ന് പോ. ചേട്ടൻ ഇപ്പൊ വരും. എനിക്ക് ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ചേട്ടൻ വന്നാൽ നിന്നെ തല്ലും. ഞാൻ തിരിച്ചും തല്ലും. നീ വെറുതെ ആണുങ്ങളുടെ സ്വഭാവം കാണിക്കല്ലേ. മുന്നും പിന്നും നോക്കാതെ അടിക്കണം. അടിച്ചവളെ കരണം പൊളിക്കണം. പൊളിച്ചേ പറ്റൂ, മനസ്സിലായ? എടാ നീ അടിക്കുന്ന അടിയിൽ അവള് സ്വർഗം കാണണം. പക്ഷെ അയ്യോ അടികൊണ്ട് ടൈമിംഗ് മാറിപ്പോയി, സോറി എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം എല്ലാവരുടെ മുമ്പിലും തീരും. പക്ഷെ നിന്റെ പാണ്ട കൈവച്ച് കിട്ടിയ അടിയുടെ വേദന അവളിൽ നിലനിൽക്കും. അതിൽ കുറ്റബോധം കയറിയ നീ രാത്രി, അതായത് പാതിരാത്രി അവളെ ഫോണിൽ വിളിച്ച് വീണ്ടും വീണ്ടും സോറി പറയണം. പക്ഷെ എന്തിന്?
എടാ ഇപ്പൊ അവളുടെ കഥയിൽ വെറും ഒരു ജൂനിയർ ആർട്ടിസ്റ്റായ നിനക്ക് ഹീറോയായി പിടിച്ചു കയറാൻ ഞാനെന്ന റൈറ്റർ സൃഷ്ടിക്കുന്ന ഡ്രാമാറ്റിക് റൊമാൻറ്റിക് സീനാണ് നിബിലെ ഇത്. ഇപ്പൊ നിന്റെ ലവ് സ്റ്റോറി അത്ര ക്യാച്ചി അല്ല, ഒരു ഗ്രാഫ് ഇല്ല, ഒരു ഗ്രിപ്പില്ല, ഭയങ്കര ബോറിംഗ് ആണ്, ഫ്ലാറ്റ് ആണ്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അത്യാവശ്യമാണ്. സോറിയിൽ നിന്നും ലവ് യു വരെ എത്തിക്കാൻ ലോകേഷ് കനകരാജിന് പോലും ഇല്ലാത്ത സിനിമാ ബുദ്ധിയുമായി ഞാനുമുണ്ട് കൂടെ. പോയി അടിച്ചു പൊളിക്കടാ. ഓയ്യ നീ തീർന്നടി. Twist, twist, twist.